നെക്സ്റ്റ് ലോ ഓഫ് മാസ് ആക്ഷൻ ലോ ഓഫ് മാസ് ആക്ഷൻ എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ഇതിലാദ്യം നമ്മൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്. അതിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ സയൻറ്റിസ്റ്റുമാർ അവർക്ക് മനസ്സിലായി ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ. അതായത് റിയാക്ഷനിലുള്ള റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനെയാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ജനറലൈസ്ഡ് ഫോമിൽ ഒരു ലോ കൊണ്ടുവന്നു. ജനറലൈസ്ഡ് ഫോമിലാക്കി മാറ്റി. അതായത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ലോയിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്തു. അതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. സോ ലോ ഓഫ് മാസ് ആക്ഷൻ എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇൻ ദ റിയാക്ഷൻ. ഓക്കെ, ഇനി അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദ ലോ ഓഫ് മാസ് ആക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ആക്റ്റീവ് മാസ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി ആക്റ്റീവ് മാസ് ഓഫ് ദ റിയാക്റ്റൻസ്. അതായത് ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ചിട്ട് പറയുന്നത് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആക്റ്റീവ് മാസ്. റേറ്റ് ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി ആക്റ്റീവ് മാസസ് ഓഫ് റിയാക്റ്റൻസ്. അതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഇനി അതിന് നമുക്കൊരു ഇക്വേഷനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷനിൽ നമ്മൾ എത്തും. അപ്പോൾ അതിന് ജനറലി നമുക്ക് റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ്. ഇനി ഇതിൽ ഈ ആക്റ്റീവ് മാസ് എന്താണെന്ന് ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നുണ്ടാവും. ഈ ആക്റ്റീവ് മാസ് എന്ന് പറയുന്നത് നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ ലിക്വിഡ്സിൻ്റെ സൊല്യൂഷനോ അല്ലെങ്കിൽ ഗ്യാസസോ ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ആക്റ്റീവ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഇനി അതേപോലെ ആക്റ്റീവ് മാസ് ഓഫ് സോളിഡ്സ് ആണെങ്കിൽ സോളിഡ്സിൻ്റെ ആക്റ്റീവ് മാസ് നമുക്ക് യൂണിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. ആക്റ്റീവ് മാസ് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ മോളാർ കോൺസെൻട്രേഷൻ. സോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ ഓർ ദ പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അതാണ് ലോ ഓഫ് മാസ് ആക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ് എന്ന് കൺസിഡർ ചെയ്തു. ഇനി ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സി എ റൈസ് ടു എ സി ബി റൈസ് ടു ബി. അങ്ങനെ വരും. സി എ ആൻഡ് സി ബി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി ആണ്. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ആണ് സി എയും സി ബിയും അല്ലേ. ഇനി അതിൽ കെ എന്ന് പറയുന്നത് എന്താ? റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. കെ എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യും. എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. രണ്ട് സൈഡിലേക്കും ആരോ ഉണ്ടാവും. ഫോർവേഡ് റിയാക്ഷനും ഉണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടാവും. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആർ എഫ് എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ആണ്. ആർ ബി എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആണ്. രണ്ടും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ ബി. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ആ സി അതിനെയാണ് നമ്മൾ കെ സി ഈസ് ഈക്വൽ ടു K1 by K2. K1 by K2 is equal to Kc. It's another constant known as equilibrium constant. അതിനെയാണ് equilibrium constant എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ it is the ratio of the rate constant of the forward reaction to that of backward reaction. So what is equilibrium constant? Equilibrium constant is the ratio of the rate constant of the forward reaction to that of backward reaction. ഇറ്റ്സ് എ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു തരം റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ, ജനറൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ജനറൽ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. എ പ്ലസ് ബി പ്ലസ് എക്സെട്ര അങ്ങനെ എൽ പ്ലസ് എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൽ കെ സി ഇസ് ഈക്വൽ ടു എൽ റൈസ് ടു എൽ എം റൈസ് ടു എം അങ്ങനെ നമുക്ക് ജനറലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കോൺസെൻട്രേഷനിലുള്ളതാണ് കെ സി ഇസ് ഈക്വൽ ടു എൽ റൈസ് ടു എൽ
എം റേസ് ടു എം കോൺസെൻട്രേഷൻ്റെ ടേമിൽ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി എക്സെട്ര. ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ആണെങ്കിൽ പി എന്നുള്ള ടേം വരും. പി എൽ റേസ് ടു എൽ പി എം റേസ് ടു എം ഇൻറ്റു എക്സെട്ര ഡിവൈഡഡ് ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി ഇൻറ്റു എക്സെട്ര. ഇനി അതേപോലെ ഇതിനെ നമുക്ക് മോൾ ഫ്രാക്ഷൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കെ എക്സ് അവിടെ എക്സ് എന്ന് വരും. എക്സ് റേസ് ടു എക്സ് എൽ റേസ് ടു എൽ ഇൻറ്റു എക്സ് എം റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് എ റേസ് ടു എ ഇൻറ്റു എക്സ് ബി റേസ് ടു ബി. അതേപോലെ ആക്ടിവിറ്റിയുടെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മുടെ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ എൽ റേസ് ടു എൽ എ എം റേസ് ടു എം അവിടെ ഒരു എം ഉണ്ട് കേട്ടോ. എ റേസ് ടു എ ബി റേസ് ടു ബി. അപ്പോൾ 4 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആൻഡ് ഫൈനലി ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റി. ഇതൊക്കെ കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേയ്സ് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ 3 ടൈപ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ഉണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കെ എ മോൾ ഫ്രാക്ഷൻ. അതാണ് കെ പി, കെ സി ആൻഡ് കെ എക്സ്. അതിനുള്ള എക്സ്പ്രഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. കെ പി ആൻഡ് കെ സി. കെ പി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. കെ സി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ഇനി ആദ്യം നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ പി ഇസ് ഈക്വൽ ടു എൻ ബൈ വി ആർ ടി. ദിസ് ഇസ് ഈക്വൽ ടു എൻ ബൈ വി എന്ന് പറഞ്ഞാൽ സി ആണ്. സി ആർ ടി എന്ന് എഴുതി. ഇത് നമുക്കറിയണ കെ പിയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി. അതിൽ സി ആർ ടി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഫൈനലി വി ഗെറ്റ് കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കും. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, ഇനി അതേപോലെ കെ പിയും കെ എക്സും തമ്മിലുള്ള എക്സ്പ്രഷനിൽ കെ പിയും കെ എക്സും തമ്മിലുള്ള എക്സ്പ്രഷനാണ് കെ പി ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻറ്റു പി റേസ് ടു ഡെൽറ്റ എൻ. അത് നമുക്ക് കിട്ടണമെങ്കിൽ പി ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ, പി ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് എക്സ് ഇൻറ്റു പി. എക്സ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ, പി ഇസ് ദ ടോട്ടൽ പ്രഷർ. അപ്പോൾ എക്സും പിയും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ ടേമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും കെ എക്സ് ആൻഡ് പി റേസ് ടു ഡെൽറ്റ എൻ. ആദ്യത്തെ പോലെ തന്നെ. ഇനി കെ സിയും കെ എക്സും തമ്മിലുള്ള എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ കെ സി ആൻഡ് കെ എക്സ്, അതിന് നമ്മൾ എന്ത് ചെയ്യണു? രണ്ട് കെ പിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്, അത് ഇക്വേറ്റ് ചെയ്യാണ്. കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ എക്സ്പ്രഷനിൽ കെ എക്സ് ഇൻറ്റു പി റേസ് ടു ഡെൽറ്റ എൻ. അതിന് നമുക്ക് കെ എക്സ് ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു വി റേസ് ടു ഡെൽറ്റ എൻ എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. 3 ടൈപ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ഉണ്ട്, കെ പി, കെ എക്സ് ആൻഡ് കെ സി. ഓക്കെ, അതിൽ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ, കെ പി ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻറ്റു പി റേസ് ടു ഡെൽറ്റ എൻ ആൻഡ് കെ എക്സ് ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു വി റേസ് ടു ഡെൽറ്റ എൻ. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യം എക്സ്പ്രഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കണം.